അടിയന്തരാവസ്ഥ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ശശി തരൂരിൻ്റെ ലേഖനം വന്നതോടുകൂടി അത് വീണ്ടും കത്തിക്കയറുകയാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമാണ് തരൂരിൻ്റെ വലിയ പ്രഹരം. ഇന്ദിരാഗാന്ധിയേക്കാൾ അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നത് സഞ്ജയ് ഗാന്ധി അല്ലായിരുന്നു. തീർച്ചയായിട്ടും അന്ന് മൊത്തത്തിൽ ഈ അധികാര സ്ഥാനങ്ങൾക്ക് ഒരു പരിണാമം ഉണ്ടായി. പെട്ടെന്നൊരു പരിണാമം, ജനങ്ങൾ തിരഞ്ഞെടുത്ത പരിണാമമല്ല, അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ഒരു പരിണാമം സംഭവിച്ചു. കേരളം മുതലങ്ങ് ഡൽഹി വരെ ഇത് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ വെറും ഒരു മുനിയായി മാറി, നോക്കൂത്തിയായി മാറി, ഒന്നും ചെയ്യാനില്ലാത്ത ഒരു മാപ്പുസാക്ഷിയായിട്ട് അദ്ദേഹം മാറി. കെ കരുണാകരൻ സൂപ്പർ മുഖ്യമന്ത്രിയായി, ജയറാം പടിക്കലോ ആഭ്യന്തരമന്ത്രി. കാരണം വാസ്തവത്തിൽ രാജനെ ഉരുട്ടിക്കൊന്ന കാര്യം അറിഞ്ഞിട്ടില്ല കരുണാകരൻ. സ്വന്തം ആഭ്യന്തരമന്ത്രി എന്നുള്ളതിനെ പുള്ളിയങ്ങ് ചെയ്യും. പുലിക്കോടൻ നാരായണൻ ഇങ്ങനെയൊക്കെ ചേർന്ന ടീം അങ്ങ് നടത്തിയത്, ലക്ഷ്മണ ഇവരൊക്കെ ചേർന്ന ടീം നടത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഈച്ചര വാര്യർ എന്ന് പറയുന്ന തൻ്റെ ആത്മസുഹൃത്ത് വന്ന് രാജൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു കുന്തവും അറിയാതെ മുനിയായിട്ടിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് വൈലോപ്പള്ളി ഒരു കവിത എഴുതിയ മിണ്ടുക മഹാമുനി എന്നും പറഞ്ഞ് ആ കാലത്ത് കവിത എഴുതിയത്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അല്ല, അന്ന് അച്യുതമേനോൻ ദേഷ്യപ്പെട്ടു. അവസാനം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഒരു തോളത്തൊരു തോർത്ത് കൊട്ടി ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങാം, നിങ്ങളുടെ മകൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പം അച്യുതമേനോൻ പൊതുവെ ഒരു പെട്ടെന്ന് പിന്നെ പ്രക്ഷുബ്ധനാവുന്ന ഒരു മനുഷ്യനാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടും. എല്ലാം അറിയാമായിരുന്നു. എല്ലാം അറിയാമായിരുന്ന ഒരു കാര്യവും കൂടെയാണ്. അപ്പം മനോരമ പത്രത്തിന് വേണ്ടി ഞാനിപ്പോൾ മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ ജോണി ലൂക്കോസ് പോയി. ജോണി ലൂക്കോസ് തൃശ്ശൂരിൽ പോയി അദ്ദേഹത്തിനെ കണ്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച ശേഷം പെട്ടെന്ന് പുള്ളി മനോരമയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ബഹുമാനപരസ്പരമാണ് റിയാക്ട് ചെയ്യുന്നത്, ഏത് രാഷ്ട്രീയക്കാരനായാലും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ഒരാൾക്ക് നീ മനോരമ വന്നിരിക്കുക, എന്നെ എന്തോ കിട്ടാനായത് എടുത്തടിച്ച പോലൊരു ചോദ്യം. ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു കേട്ടോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യം അങ്ങനെ മനഃശുദ്ധി ഉള്ള ഒരു മനുഷ്യനാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കരുണാകരനാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? കരുണാകരനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കരുണാകരനോട് ചെന്ന് എനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല, ഞാൻ മുഖ്യമന്ത്രി, അയാൾ ആഭ്യന്തരമന്ത്രിയാണ് ഭരണഘടനാ പ്രകാരം. ഞാൻ അദ്ദേഹം വിചാരിച്ച ഒന്നും നടക്കത്തില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ മാക്സ്വൽ ഫെർണാണ്ടസ് എന്ന് പറയുന്നത് CPI-കാരനായിരുന്നു അന്ന്. അദ്ദേഹത്തിനെ പിടിച്ചോണ്ട് പോയി അടിയന്തരാവസ്ഥ കാലത്ത്. എപ്പോഴാണെന്നറിയാമോ? അവിടെയാണ് ഈ വരുന്നത്. സഞ്ജയ് ഗാന്ധിക്കെതിരെ CPI ഇടയ്ക്ക് ശബ്ദിച്ചു, ഭരണഘടനാ ബാഹ്യ ശക്തികളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് സഞ്ജയ് ഗാന്ധി വന്നപ്പോൾ അതിനെ ആദ്യം എതിർത്തത് CPI-ആണ്. അതിനെ തുടർന്ന് CPI-കാരെയും പിടിച്ചോളാൻ പറഞ്ഞു ജയറാം രമേശ്. കുഴപ്പമില്ല, മുഖ്യമന്ത്രിയും പറഞ്ഞു, കെ കരുണാകരൻ. CPI-കാർ അത്രയ്ക്കായി നമ്മുടെ കൂടെ നിന്നിട്ട് സഞ്ജയ് ഗാന്ധി, പൊന്നോമന പുത്രൻ, ഭാവി പ്രധാനമന്ത്രി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കരുതുന്ന പോലെയായിരുന്നു അന്ന് സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് ഉണ്ടായിരുന്ന ചിത്രം. ഇത്രയും വില്ലനായിട്ട് അന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. വലിയ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അംബിക സോണി ഉണ്ട്, റുക്സാന സുൽത്താൻ, ഒരു വലിയൊരു ഗ്യാങ്ങുണ്ട്, സുന്ദരിമാർ. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്രിഗേഡാണ്, യൂത്ത് ബ്രിഗേഡ്. അപ്പോൾ അങ്ങനെയാണ് സഞ്ജയ് ഗാന്ധി കണക്ഷൻ. മാക്സ്വൽ ഫെർണാണ്ടസിനെ ജയിലിലിട്ടു, ചോദ്യം ചെയ്തു. അച്യുതമേനോനെ ചീത്ത വിളിച്ചു, പോലീസുകാരൻ്റെ ധൈര്യം നോക്കിയുള്ളൂ. അപ്പോൾ അച്യുതമേനോന് എന്ത് സ്ഥാനമുണ്ട്? നടന്ന സംഭവമാണ്. കേരള ശബ്ദം റിപ്പോർട്ട് ചെയ്തത്, വെറുതെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ നേതാവ് അച്യുതമേനോനെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു മാക്സ്വൽ ഫെർണാണ്ടസ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, നമ്മളോട് ഇത് പറയും. CPI-കാർക്കറിയാം. അപ്പോൾ ഒരു ചവിട്ടും കൂടെ കൊടുത്ത് അവനെ ഉരുട്ടി തറയിലിട്ട് അച്യുതമേനോനെ പറഞ്ഞാൽ നീ എന്തോ ഇവിടെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പോലീസുകാരൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ നിസ്സഹായരായിപ്പോയി സഞ്ജയ് ഗാന്ധി രംഗത്ത് വന്നതോടുകൂടി. CPI നിസ്സഹായ അവസ്ഥയിലായിപ്പോയി ശരിക്കും ഇതിനെ എതിർത്തപ്പോൾ. സഞ്ജയ് ഗാന്ധി എന്താ ചെയ്തു? അതാണല്ലോ ശശി തരൂർ പറഞ്ഞത്. അതിലേക്ക് വരാം. വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാങ് ബ്രിഗേഡ് അങ്ങനെ അങ്ങ് കൊഴുത്ത് തടിച്ച് അവർ തന്നെ അവിടെ പരിണാമം സംഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ അതാണ്. ഇന്ദിരാഗാന്ധി അല്ല അന്ന് പ്രധാനമന്ത്രി, സഞ്ജയ് ഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ കസേരയിൽ കയറി ഇരിക്കുമെന്ന്. അതെ, പ്രധാനമന്ത്രി, വെർച്വൽ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. വെർച്വൽ അവിടെ കയറി ഇരിക്കുക മാത്രമല്ല, ഇന്ദിരാഗാന്ധിക്ക് അടി കൊടുത്തിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. അയാൾ പറയുന്ന ഇന്ദിരാഗാന്ധി അനുസരിച്ചോണം, തിരിച്ചല്ല. അമ്മ പറയുന്ന മകനല്ല, മകൻ പറയുന്ന അമ്മ അനുസരിക്കണം. സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയെ തല്ലിയിട്ടുണ്ടല്ലേ? സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയെ തല്ലി എന്നാണ് പറയുന്നത്. പലരും പറയാൻ കൊള്ളാമത്. വാർത്തയായിട്ട് ഇത് അടിയന്തരാവസ്ഥ കാലമല്ലേ, വാർത്തകൾ വല്ലതും പുറത്തു വരുമോ? അടി കിട്ടിയെന്നാണ് പറയുന്നത്. കാരണം അമിത അധികാര ശക്തി, ഭരണഘടനാ ഭാഗ്യശക്തിയായിരുന്നു സഞ്ജയ്. ആരും ചോദിക്കാനില്ലല്ലോ. കോടതികളെല്ലാം ഡിസ്ഫങ്ഷനിലല്ലേ, കോടതികളെ മ്യൂട്ട് ചെയ്തില്ലേ? കോടതികളെ മ്യൂട്ട് ചെയ്തു, പത്രങ്ങളെ ഡിലീറ്റ് ചെയ്തു. പത്രങ്ങൾ പറയുന്ന വാർത്ത, സെൻസർ ചെയ്ത വാർത്തകളല്ല പത്രങ്ങളിൽ വരുന്നില്ലല്ലോ. അന്നത്തെ കാലത്ത് ഞാൻ ദേശാഭിമാനി മാത്രമാണ് ഒരു വ്യത്യസ്തമായ ചിത്രം കണ്ടത്.
അവരുടെ എഡിറ്റോറിയൽ എഴുതി അടിയന്തരാവസ്ഥയ്ക്കെതിരെ. അത് പറ്റില്ലെന്ന് സെൻസർ ബോർഡ് പറഞ്ഞു. എഡിറ്റോറിയൽ പേജിലാണോ 1-ാം പേജിലാണോ ഒരു തോക്ക് വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി നിൽക്കുന്ന ഒരു പടം ഒരിട്ടു. അത് ഞാൻ കണ്ടു. അതെങ്ങനെയോ എൻ്റെ കൈകളിലെത്തി. അതെങ്ങനെ സെൻസർ ചെയ്യായിരുന്നു എന്ന് എനിക്ക് ഇന്നും അത്ഭുതം. അന്ന് പത്രം 4 പേജല്ലേ ഉള്ളൂ. 4 പേജേ ഉള്ളൂ. 2 ഷീറ്റ്. കൂടുതലും പറയുന്നത് അവരുടെ 20 പരിപാടി. ഇതിൽ വലിയൊരു രസം കൂടെ ഉണ്ട്. അത് ഓർക്കുമ്പോൾ വിജയനാഥ്, മാതൃഭൂമി പത്രം ഈ അടിയന്തരാവസ്ഥ കാലം മുതൽ, പണ്ടേ അവർ കോൺഗ്രസ് പക്ഷമായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ സ്തുതിപാഠം അങ്ങ് തുടങ്ങി. സഞ്ജയ് ഗാന്ധിയുടെയും സ്തുതിപാഠം. 20 പ്രോഗ്രാം കൊണ്ട് ഇന്ത്യ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് റേഡിയോയിൽ വരുന്നുണ്ട്. അന്ന് ടെലിവിഷനിലല്ലോ, റേഡിയോയിൽ വരുന്നത് പോലെ ഇവരും അതുപോലെ തന്നെ. ഞാനിപ്പോൾ വിചാരിച്ചു, അല്ലോ ഇന്ത്യ ഇപ്പോൾ ടോപ്പിലെത്തുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇവരെ അനുകൂലിച്ചെന്നേ. ഞാനും ഒരു കോൺഗ്രസ്സുകാരനായി എങ്ങനെ ഈ പത്രത്തിനെ വിശ്വസിച്ച്, മാതൃഭൂമി പത്രത്തിനെ വിശ്വസിച്ച് ആ സമയത്ത് ഇന്ത്യ അങ്ങ് പുരോഗമിക്കുന്നെങ്കിൽ പുരോഗമിക്കട്ടെ. ഇത് മുഴുവൻ കാപട്യമാണെന്നുള്ളത് പിന്നല്ലേ അറിയുന്നത്. ഈ സഞ്ജയ് ഗാന്ധിയുടെ കിരാതവാഴ്ച വേറെ ഉണ്ടായിരുന്നല്ലോ. ഡൽഹിയിൽ ചേരി പ്രദേശം തീർച്ചയായിട്ടും അതാണ് പ്രധാനപ്പെട്ട പോയി ഇടിച്ചു നിരത്തുകയുണ്ടായി. അതെ. എന്നിട്ട് മാതൃഭൂമിയുടെ ഒരു ചുവടുമാറ്റം കൂടെ പറയാം. ഇന്ദിരാഗാന്ധി തോറ്റു കഴിഞ്ഞപ്പോൾ, ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പ്ലേറ്റ് നേരെ അങ്ങ് മാറ്റി. അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിൽ നിന്നും പറഞ്ഞ് സി നാരായണപിള്ള, തിരുവനന്തപുരം ബ്യൂറോ ചീഫ്, ഒരു ലേഖനം എഴുതി. ആദ്യമായിട്ടാണ് ഒരു വെടി പൊട്ടിക്കുന്നത് മാതൃഭൂമി. അതുവരെ പേടിച്ച് when they were asked to sit, they creeped എന്നല്ലേ പറയുന്നത്. they crawled on the floor എന്നല്ലേ LK അദ്വാനി പറഞ്ഞത്. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു ആ പത്രങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാതൃഭൂമി പത്രം. അവർക്ക് നേരെ ശ്വാസം വീണതും അവർ പറയാൻ തുടങ്ങിയതും വീണ്ടും ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് അറിഞ്ഞപ്പോഴാണ്. ജനതാ പാർട്ടിയുടെ സ്തുതിയായി. പിന്നെ അങ്ങനെയാണ് MP വീരേന്ദ്രകുമാരും ഒക്കെ ജനതാ പാർട്ടിയുടെ ആളായിട്ട് മാതൃഭൂമിയുടെ ഡയറക്ടറായിട്ടും ഒക്കെ വരുന്ന ചരിത്രം, കേരളത്തിലെ ചരിത്രം. സഞ്ജയ് ഗാന്ധിയും പാർട്ടി. സഞ്ജയ് ഗാന്ധി മാത്രമല്ല, ഒരു ബാഹ്യശക്തി ഉണ്ടായിരുന്ന ഒരു സ്വാമിയുണ്ട്. സ്വാമിയുടെ പേര് ഞാൻ മറന്നു. ആജാനുബാഹുവായ 6 അടി പൊക്കമുള്ള ഒരു സ്വാമി. അങ്ങേരായിരുന്നു അന്നത്തെ റാസ്പുട്ടിൻ, ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കുന്ന മറ്റൊരാൾ. റാസ്പുട്ടിൻ കാളസ്വാമി എന്നാണ് വിളിക്കുന്നത്. സഞ്ജയ് ഗാന്ധിയെ വിളിക്കുന്ന കാളക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം വന്ന് പശുവും പശുക്കിടാവും. ആ പശുക്കിടാവെന്ന് പറയുന്നത് സഞ്ജയ് ഗാന്ധിയും പശു എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണെന്നാണ് ആളുകൾ വ്യാഖ്യാനിച്ചത്. സഞ്ജയ് ഗാന്ധിയെ മൂരിക്കുട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സഹവാസം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ ബ്രിഗേഡുമായിട്ടാണ് സഹവാസം. എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആര് ചോദിക്കുന്നു, ആരറിയുന്നു? ഇത് ഒറ്റ വാർത്ത പുറത്തു പോകത്തില്ല. ഭീകര ഭരണമല്ലേ. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഡൽഹിയിൽ ജനസംഖ്യ കൂടുതലാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കളയാം. കാരണം അവിടെ മുസ്ലിം പോപ്പുലേഷൻ, അവർക്ക് നിയന്ത്രണങ്ങളില്ലല്ലോ മതപരമായിട്ട്. അതുകൊണ്ട് പോയി നമുക്കൊന്നും പോവാം എന്ന് പറഞ്ഞാൽ മുഴുവൻ എണ്ണത്തിനെയും കാസ്ട്രേറ്റ് ചെയ്യുക. നായ്ക്കളെ വന്ധ്യം കരിക്കുന്ന പോലെ അവരുടെ അനുവാദമില്ലാതെ പിടിച്ചു കൊണ്ടുവരിക, സർജറി ചെയ്യുക. അവർക്ക് പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുത്തുക, നിർബന്ധിത വന്ധ്യംകരണം. പിന്നെ തുർക്കുമാൻ കയറ്റി ചേരി. ഡൽഹി സുന്ദരമായിട്ടിരിക്കണ്ടേ എന്നും പറഞ്ഞിട്ട് അതങ്ങ് ഇടിച്ചു നിർത്തി. അവിടെ താമസിച്ചിരുന്ന പാവങ്ങൾക്ക് വേറൊരു വീട് വെച്ച് കൊടുക്കാതാ ചെയ്തത്, വഴിയാധാരമായി അവർ. എന്നിട്ട് ഇയാൾ മനുഷ്യൻ ചെയ്തെന്ന് പറഞ്ഞാൽ മാരുതി എന്നും പറഞ്ഞ് സ്വന്തം പേരിൽ ഒരു കാർ ഫാക്ടറി നിർമ്മിച്ചു. സ്വന്തം പേരിൽ ഗവൺമെൻറ്റിൻ്റെ പണം ഉപയോഗിച്ചായിരിക്കും. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ആ കാലഘട്ടത്തിൽ. പക്ഷേ അല്ല, പിന്നെ പൊളിഞ്ഞു. അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മാരുതി ഉദ്योग ലിമിറ്റഡ് ജപ്പാനിലെ ഒരു കമ്പനി എടുത്തത്. ആ കമ്പനി ഏറ്റെടുത്തോടുകൂടിയാണ് മാരുതി എന്നുള്ളതിൻ്റെ പേരും മാറ്റിയത്. മാരുതി കമ്പനിയുടെ പേര് മറ്റൊന്നും കൂടെ ചേർത്താണ്. ഇദ്ദേഹം തുടങ്ങി വെച്ചാണ് അത് വൻ പരാജയമായി. പിന്നെ ജപ്പാൻ കമ്പനി ഏറ്റെടുത്തോടുകൂടി അത് വൻ വിജയമായിട്ട് മാറി. ഇപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ കാറായിട്ടത് മാറി. ഇപ്പോൾ അതൊക്കെ മാറി, കാലം മാറി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്കാണ് ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പല വിവരങ്ങൾ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് വാസ്തവത്തിൽ കൃത്യമായിട്ട് ഇന്നും ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇന്നും ആരും. ഇതിനിടയ്ക്ക് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഇന്ത്യയുടെ ഒരു ക്യാപ്സ്യൂളാണെന്ന് പറഞ്ഞ്, ഇന്ത്യയുടെ ചരിത്രമാണെന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂള് ഇനി വരുന്ന തലമുറകൾ ഖനനം ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി ഇന്ദിരാഗാന്ധി, നെഹ്റു കുടുംബത്തിൻ്റെ പൈതൃകമാണ് ഇന്ത്യക്കുള്ളത്. നെഹ്റു കുടുംബമാണ് എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറഞ്ഞ് ഒരു ക്യാപ്സ്യൂൾ അതിനകത്തിട്ടു. എന്ന് മാത്രമല്ല, വാർത്താ ഏജൻസികളെ മുഴുവൻ UNA, VTA എല്ലാം നിർത്തലാക്കിയിട്ടുണ്ട്. ഹിന്ദ് സമാചാർ എന്നാണെന്ന് തോന്നുന്നു, സമാചാർ ഭാരതി എന്ന് പറയുന്ന പ്രത്യേക ഒരു ഏജൻസി അങ്ങുണ്ടാക്കി. അവരാണ് വാർത്തകൾ കൊടുക്കുന്നത്. അതിലെല്ലാം ഇങ്ങനെ ഇന്ത്യ 20 പരിപാടികളുടെ അടിക്കടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ട് ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. മാതൃഭൂമി അതിൻ്റെ കൂടെ ചേർന്നെന്ന പത്രമാണ്. പിന്നീട് ജനതാ പാർട്ടി വന്നപ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടു. പക്ഷേ ക്യാപ്സ്യൂളിൻ്റെ കാര്യം ഇന്നും അറിഞ്ഞിട്ടില്ല. ആ ക്യാപ്സ്യൂളിൽ എന്താണുള്ളതെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പല ഫലിതങ്ങളും നടന്ന ഒരു ദിവസമാണ്. വിമാനമൊക്കെ പറപ്പിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഒരു വിമാനയാത്രക്കിടയിലാണ്
അയാൾ പെട്ടെന്ന് മരിച്ചു പോയത്. എനിക്കറിയില്ല ഇത് വല്ല തരത്തിലുമാണ്, ഞാൻ പറയുന്നില്ല, പക്ഷേ സംശയിക്കണം. ആസൂത്രണം അങ്ങനെ ചില സഞ്ജയ് ഗാന്ധിയെ സഹിക്കാൻ വയ്യാത്ത ഒരു ഘട്ടത്തിലെത്തി ഇന്ദിരാഗാന്ധിക്ക്. അവരെ അടിക്കുക വരെ ചെയ്തു എന്നാണ് പറയുന്നത്. പറഞ്ഞിട്ട് കേട്ടില്ല, ഇത് ചെയ്തില്ലെങ്കിൽ അടി എന്നുള്ള മട്ടിൽ. അത് കുടുംബ രഹസ്യമാണ്, അരമന രഹസ്യമാണ്. അതിന് ശേഷമാണ് ഇദ്ദേഹം വിമാനാപകടത്തിൽ മരിക്കുന്നത്. പൈലറ്റായിട്ടുള്ളത് രാജീവ് ഗാന്ധി ആയിരുന്നെങ്കിലും വിമാനാപകടത്തിൽ മരിച്ചത് സഞ്ജയ് ഗാന്ധിയാണ്. അതുപോലെ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേകാ ഗാന്ധി ഇപ്പോഴും ഉണ്ട്. അവരും ഈ കാലത്ത് സൂര്യയുടെ എഡിറ്ററായിരുന്നു. അവർ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.